സോ നമ്മളിത് ഡൗൺ ടൗണിൻ്റെ ഫ്രണ്ടിലെത്തി. എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഡൗൺ ടൗണിലോട്ട് വരാനാണ് പറഞ്ഞത്. ഡൗൺ ടൗൺ കഫേയാണ്, പനപ്പള്ളി നഗരത്തിലുള്ള ഡൗൺ ടൗൺ കഫേ. സോ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്താണ്. സോ ചായ എല്ലാം പറയും. അല്ല ഒന്നും കാണാൻ പറ്റില്ല. അവരാരും കേക്കണ്ട കേട്ടാ. സത്യമായിട്ടല്ലേ? വാ അല്ല എടാ വന്നേ, ഇതൊന്നാണത്. എടാ ഇതൊക്കെ ഇല്ലില്ല. അല്ല ഞാൻ നീ പിടിക്കാനറിയാതെ ആരെങ്കിലും ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. എടാ തമ്പനയിൽ ഇതിട്ടാലോ? ശ്രദ്ധ, ഈ കേക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? നിനക്കെന്താ പറയാനുള്ളേ? നമ്മള് കൊറേ കഷ്ടപ്പെടണമെന്നില്ല, അവളെ ഫേസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും ഭഗത്തെ, ഇത് നിന്റെ അടുത്ത് എപ്പ ഫില്ല് ചെയ്യാൻ പറഞ്ഞാടാ? ഇതാ നോക്ക്, നിന്റെ അടുത്ത് എപ്പ ഫില്ല് ചെയ്യാൻ പറഞ്ഞതാ? പറ. നമ്മുടെ സമയത്ത് ഒരു ഫീലൊക്കെ കട്ടെ. Happy birthday to you. സോറി. ആരാടാ? നല്ല ഇത് കലാവിരുത് കാണിച്ച് കട്ട് ചെയ്യുന്ന ഭഗത്. ഭഗത്ത്, ഇതിങ്ങനെ ചെയ്യുമ്പോ ഈ മോന്ത ഇങ്ങനെ വെക്കണോ? അത് തിന്നാനുള്ളതല്ല. ഞാൻ മാത്രം എടുക്കണുള്ളൂ. എനിക്ക് മാത്രമേ ഡെഡിക്കേഷൻ ഉള്ളൂ. വാങ്ങിക്കണ്ടെങ്കിൽ വാങ്ങിക്കണോ? അൺബോക്സിംഗ് ചെയ്യേ, എസ്തെറ്റിക് അൺബോക്സിംഗ്.
എടാ ഇവിടെ ഗിഫ്റ്റ് നോക്ക്. അത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ വെച്ചതായിരുന്നു. ഹലോ എനിക്ക് വേണ്ടിയാ, അവന്റെ നമുക്കല്ല. അതും ഒരു കള്ളമാണല്ലോ. ഇതിനർത്ഥം എന്താ? ഓപ്പൺ ആക്ക്. പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. നല്ല സ്റ്റിക്കർ കിട്ടിയപ്പോ എടുത്ത് ഒട്ടിച്ചു. ഫോട്ടോ കംപ്ലീറ്റ് വ്ലോഗേ എന്താണ് ആക്ച്വലി യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേ ബട്ടൺ വരുന്നുണ്ട്. അതിന് മുമ്പ് കിട്ടിയ നാട്ടിലും വീട്ടുകാരും കൂടി 100 ഇമോഷണൽ ആവോ ഇത്രയും കൂടി വ്യൂസ് കിട്ടാൻ വേണ്ടി? 100 മനുഷ്യനോട് 35 കുറച്ചെനിക്കുണ്ടോ? എല്ലാവർക്കും പൈസ കൊടുക്കണ്ടേ? കവർ സാധനം കാണിക്കും, കാണിച്ചു കൊടുക്ക്. ക്ലോസപ്പ് അത് എനിക്ക് വേണ്ടി കാണിക്കും. എവിടെ ഞാനല്ല അവിടെ വെക്കണ്ട. ശരിയാ. ആ സെയിം ബോക്സ് ഒന്ന് എടുക്കാൻ പറ്റുമോ? നിക്ക് നിക്ക് നിക്ക്. ആ സെറ്റ് ആയി. എനിക്കും വേണം. എന്റെ പൊന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. കേട്ടോ നീ തിന്നോടാ, എനിക്കും മരുതാ. പോക്കത്ത് ആരും കഴിക്കാതെ മനസ്സിലായ സാധനം ഇവരെന്തും നോക്കി ഇത് എന്താ ചോറും ചോറിനോട് എങ്ങനെയാന്നുണ്ടോ? ഇവിടെ പൊളി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നിനക്ക് വാരി തരാം. കളിച്ചത് കേട്ടോ പ്ലീസ്. അവളെ കണ്ട വലിയ വലിയ ആളാവും. വ്ളോഗാണോ? വ്ളോഗ് ഒരു ഹായ് പറ, ഒരു ഹായ് പറ. അതന്നെ അത് മതി. തന്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മൊരിയാനുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? ഇത്തിരി മൊരിയാന് നല്ല ഫുഡാണ്. നമ്മളടുത്ത് കുറ്റം പറയും, അതാരും മൈൻഡ് ചെയ്യാറ്. നല്ല ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ റെഡിയുടെ ഫ്ലോപ്പ് പ്ലാൻ, അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ശ്രദ്ധയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് ഇതെന്തുവാ സെലിബ്രേറ്റും ചെയ്ത് പിന്നെ എന്താ ചെയ്യേണ്ടായിരുന്നു?
ഒരു ചെറിയൊരു റിയൂണിയൻ കൂടെ ആയിരുന്നു പ്ലാൻ. ഇതാണ് ശ്രദ്ധ. നിങ്ങളുടെ കേക്കിന്റെ ഒപ്പം കേക്ക് ഇപ്പൊ നമ്മളടുത്ത് ഇല്ല, അപ്പോൾ ഫേസ് മനസ്സിലാവും. അപ്പോൾ പ്ലാൻ എന്ന് നമ്മൾ ട്രഷർ ഹണ്ട് ആയിരുന്നു പ്ലാൻ. അപ്പോൾ ട്രഷർ ഹണ്ടിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധയുടെ വീട്ടിൽ ശ്രദ്ധയ്ക്ക് ഒരു ക്ലൂ കൊടുക്കാം. അല്ല, നെക്സ്റ്റ് സ്റ്റോപ്പ് പുറത്തായിരുന്നു ക്ലൂ. അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗോവിന്ദ് KR അവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ് KR ആണ് ചെയ്തത്. അതൊന്നും ശരിക്കും അവള് പോവേണ്ടത് അവളുടെ വീട്ടിലോട്ടായിരുന്നു. പക്ഷെ അവള് പോയത് ബുദ്ധിയില്ലല്ലോ അതുകൊണ്ട് അവള് പോയത് സ്കൂളിലോട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റോപ്പ് കട്ട് ചെയ്തു, തേർഡിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വരണ്ടേ നമ്മളത് സ്വന്തം ഡൗൺ ടൗണിലായിരുന്നു. പൈസ പോലും അവള് കൊണ്ടുവന്നിട്ടില്ല. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പൈസ കൊണ്ടുവന്നിട്ടില്ല, അവളുടേതാണ് പോയത്. ഇയാളുടെ ഫോണില് പോക്കറ്റിൽ നിന്ന് ഫോണിങ് എടുത്തേട്ടോ. എന്നിട്ട് എന്താ നമ്മളിവിടെ വന്നു. നമ്മൾ 34 പേരുടെ പ്ലാൻ ആയിരുന്നു, പക്ഷെ 15 പേരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒപ്പം ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഹൈഡൻ, എൻ്റെ അസിസ്റ്റന്റ്. ഇതാണ് പൂപ്പ് ഫേസ് ഉള്ള ശ്രദ്ധ. ഇത് അദ്വൈത്, നമ്മുടെ സ്വന്തം സ്വീറ്റ് ഹാർട്ട്. അവന്റെ മുടി കാണിക്കേ, ഇത് നോക്ക് വാല് വന്നു. അത് നമ്മുടെ സ്വന്തം സഞ്ജയ്. പിന്നെ ഭഗത്ത്, അതിന്റെ സൈഡിലിരിക്കുന്ന കോറോസ്. അതിന്റെ സൈഡിലോട്ട് നമ്മുടെ ജേഡനും ബഡിയും ഇരിക്കുന്നുണ്ട്. ബഡിയൊക്കെ ഫുൾ ഫോമിലാണ്. ഇന്ന് മസിൽസ് ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷെ ബഡി ഉള്ളു പവറിലാണ്. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ മാധവനെ കാണാം. മാധവ് മാധവും തക്കാളിയൊക്കെ ഹൈറ്റ് വെച്ച് എന്തമ്മോ എന്താ പറയാ, എന്നാ ഹൈറ്റാന്നറിയപ്പോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിജിത്തിനൊന്നും കണ്ടാൽ പോലും മനസ്സിലാവില്ല കേട്ടോ, മുടിയൊക്കെ ഒന്ന്. നെക്സ്റ്റ് നമ്മളെ സീരിയസ് ആയിട്ട് ഇരിക്കണത് ജെന്റിൽമാൻ ലുക്കുള്ള നമ്മുടെ സ്വന്തം ജീവൻ. ഇനി നമ്മുടെ പ്ലാൻ ഫ്ലോപ്പ് ആക്കാൻ നോക്കിയവരെ കുറിച്ച് നമുക്ക് ഇനി പറയാം. ഫസ്റ്റ് തന്നെയാണ് അതിലുള്ളത് നമ്മുടെ ജീവൻ ഗ്രിഗറി. അല്ല അവന്റെ പറയാം. എന്നിട്ട് ഇതിന്റെ കുറച്ചുകൂടെ മെയിൻ സ്ട്രീം അത് പിന്നെ ഇറക്കാം. അവൻ എന്താക്കി 25th ശ്രദ്ധ വീട്ടിൽ പോയി. എന്നിട്ട് അവന് ശ്രദ്ധ ഉള്ളത് അവൻ അറിയത്തില്ലല്ലോ. എന്നിട്ട് അമ്മേന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറയാ 27th എല്ലാം സെറ്റ് അല്ലേ. അയ്യോ, നേരിട്ടാണ് പറഞ്ഞത്. ഒന്നും പറയാനില്ല, ബുദ്ധി കൂടി പോയി. എന്ത് ചെയ്യാൻ ഇവരൊക്കെ ഒന്നും പറയാനില്ല. എന്നിട്ട് നെക്സ്റ്റ് ഇത് ഫസ്റ്റ് ഫ്ലോപ്പ് ആക്കിയ ആൾ അല്ല, സെക്കൻഡാ ഫസ്റ്റ് ദേ ബി പുള്ളിയാ. ഇവരെന്താ കാണിച്ചതെന്ന് വെച്ചാല് എനിക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് എടുത്ത് ശ്രദ്ധയ്ക്ക് സെൻഡ് ചെയ്തു. അതും എല്ലാം പറഞ്ഞു, എവിടെ എന്തൊക്കെയാ നടക്കണത് അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞ് അവനെ സെൻഡ് ചെയ്തു. അയ്യോ, എന്തൊക്കെ ചെയ്ത് ഫ്ലോപ്പ് ആയില്ല, ഫുള്ള് ഫ്ലോപ്പ് ആയില്ല. എന്നാലും നമ്മൾ തട്ടിക്കൂട്ടി വെച്ച് എന്തൊക്കെ സെറ്റായില്ല. മനസ്സിലായോ? അപ്പൊ ഓക്കെ, വെയിറ്റ് ആക്കാം. നമുക്ക് ശ്രദ്ധേന്റെ അടുത്ത് ചോദിക്കാം, ശ്രദ്ധയ്ക്ക് എന്താ പറയാനുള്ളത് ഈ സർപ്രൈസിനെ കുറിച്ച്. ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയാ നിന്റെ അവസാനം അന്ത്യവസാനം. എനിക്ക് മനസ്സിലായി. ഇവൾ എന്നെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് ഞാൻ പറയുവാണ് അടിപൊളിയായിട്ട് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ എന്താ പറയാ, പ്രതീക്ഷിച്ചത് പോലും ഇല്ല. മതിയോ? ഇല്ല, പോരാ, എന്നെ കുറച്ച് പൊക്കാനിപ്പോ ഭയങ്കര വെയിറ്റ് ആണ്, പൊക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മോൻ എന്താണ് പറയാനുള്ളത്? ഹലോ ഗൈസ്, നമ്മളെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ടിങ് ടിങ് ചെയ്യണം. റിയൂണിയൻ കഴിഞ്ഞു. നേരായി അതിമധുരമനോഹരമായ ഒരു റിയൂണിയൻ ആയിരുന്നു. അപ്പൊ കഴിഞ്ഞില്ലേ? സർപ്രൈസ് കൊടുത്ത ആള് പോയി. സോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗ് ആയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് വ്ളോഗ് കണ്ട് എല്ലാവർക്കും തന്നെ നന്ദിയുണ്ട്. കുറേ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെന്ന് അറിയാം, അത് ഇനിയും ശരിയാക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള പാർട്സ് ഒക്കെ ബ്ലൂപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബ്ലൂപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, പോരെ? ഹലോ മോനെ ഗൈസ്, എല്ലാവരും ഗെയിമഹോളിക് ചാനലിൽ ടിങ് ടിങ് അമർത്താൻ മതി. എല്ലാവരും അവനെ ലൈക്ക് ചെയ്ത് സഹായിക്കണം. അതിന്റെ കൃഷ്ണാന്തന്റെ വ്ളോഗാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം. നിങ്ങളാണ് ഞങ്ങളുടെ
ബ്യൂട്ടി പാട്ട് റെക്കോർഡ് പൊട്ടിക്കാനുള്ള ഹായ് ഗായ്സ്. എല്ലാരും KK വ്ലോഗ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. ഓക്കെ ഗായ്സ്. സബ്സ്ക്രൈബ് ടു KK വ്ളോഗ്സ് ആൻഡ് ഹാവ് ഫൺ. ഞാൻ പറഞ്ഞില്ല. യെസ്, എല്ലാവരും നമ്മുടെ കേക്കാണ് അടിപൊളി. എന്താണ് എന്റെ പേരെന്താണ്? KK വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ആനന്ദകരമാകും. എന്നെ ചെയ്യണം പോലെ ഇങ്ങനെ ചിരിച്ചിരിക്കാൻ. കണ്ടോ, ചേനാണത് കഴിക്കുന്നത്. ഇല്ലില്ല. അല്ല എന്തെങ്കിലും പറഞ്ഞോ. ആരാ വാ ജേടൻ എന്താ പറയാനുള്ള റൈഡർ ലൈഫ്. ശ്രദ്ധ എന്താ പറയാനുള്ളത്? സോ നമ്മളിന്ന് എന്നെ അല്ല ഞാൻ സോ നമ്മൾ ഡൗൺ ടൗണിൽ വന്നേക്കണേണ്. അപ്പോൾ എല്ലാവരും ഇതിനകത്തുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് ഒന്നും എടുക്കുക. പൈസ വേണ്ട. രണ്ടുപേരും പൊക്കം കുറഞ്ഞു. എന്താണ് പറയാനുള്ളത്? ദേവിക എനിക്കും വേണം. എന്താ പറയാനുള്ളത്? എല്ലാരും മാസ്ക് വയ്ക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. എല്ലാരും മാസ്ക് എടുത്താണോ? ഇപ്പൊ എന്തൊക്കെ എടുത്ത് ഞാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്താ പിസ്സ ഓർഡർ ചെയ്തു? ഞാനെന്താ ഓർഡർ ചെയ്തത്? പിസ്സ പറഞ്ഞു. എന്തൊരു ആർത്തിയാ, എന്ത് മനസ്സാ നിന്റെ? ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ചെറിയൊരു മീറ്റപ്പ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല. ഇന്ന് നമ്മളിവിടെ ശ്രദ്ധയുടെ ബർത്ത്ഡേയുടെ കാര്യങ്ങൾ ശ്രദ്ധ എവിടെ ഇരിക്കുന്നുണ്ട്. ശ്രദ്ധയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ കൂടി. എന്തോന്നറിയേ, എല്ലാവരും KK വ്ളോഗ്സിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അടിക്കണം. അപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ശരി എന്നാ.